ഹായ് വർഷ പൊളിക്കില്ല ആരപ്പം നിതിൻ മാധവ് ഹായ്ഡാ. ഫുഡൊക്കെ കഴിച്ചോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഹായ് അമ്മ, ഹായ് ഹായ്. അമ്മ ലൈക്ക് 1 കൊടുത്തിട്ടുണ്ട്. ആഡം ഹായ് വന്നിട്ടുണ്ട്. ഹായ്ഡാ, ഹായ് ഹായ്. ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് കാണുള്ളൂ. പിന്നെ ജിതിൻ അദ്ദേഹം ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടരുത്. കഴിഞ്ഞ ദിവസം അതിന് എന്ത് ചെയ്യണം പറയാം. കഴിഞ്ഞ ദിവസം അതിന് എന്ത് ചെയ്യണം പറയണം. മനസ്സിലായില്ല ജിതിൻ? ഇപ്പോൾ അമ്മ ഹായ് വന്നിട്ടുണ്ട്. വിഷ്ണു ഹായ് 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 ഹായ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഫുഡൊക്കെ കഴിച്ചു? അങ്ങനെയാണ് കാര്യം. മച്ചൊക്കെ എവിടെയാണ്? അന്ന് ഒരു ദിവസം വന്ന് പിന്നെ കാണാനില്ലല്ലോ. പിന്നെ മച്ചന് എന്ത് പറ്റി? ഫുഡൊക്കെ കഴിച്ചോ? ഹായ് വർഷു വന്നിട്ടുണ്ട്. ഹായ് മച്ചു, സുഖമാണോ? ഫുഡ് കഴിച്ചിട്ടുണ്ട്. സുഖമാണ്, കുഴപ്പമില്ലെങ്കിലും പോകുന്നു. ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഒരാൾ പറഞ്ഞുണ്ട് കഴിച്ചിടാ വന്നിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ പനിയൊക്കെ എങ്ങനെയുണ്ട്? രശ്മിച്ച് പറഞ്ഞ് പനിയാണെന്നൊക്കെ. ഹാപ്പി അല്ലേ വെച്ചിട്ടുണ്ട്. ഹാപ്പിയാണ്, ഐ എം ഹാപ്പി. ഒരു കൈവേദന ഉണ്ടോ, അതിൻ്റെ ഒരു കുറവും കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് ഉഷാറാണെങ്കിൽ ഉഷാറാണ്. അതാണ്, അല്ലാതെ പിന്നെ വേറെ പ്രശ്നമൊന്നും. ഓക്കെ, വർഷ സുഖമാണോ വെച്ചിട്ടുണ്ട്. സുഖമാണടാ വിഷ്ണു. നിങ്ങൾക്ക് സുഖമാണോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പനിയൊക്കെ മാറിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പനി മാറിയില്ലേ? എന്താ ചെയ്യാം, പനി ആ സമയത്ത് കറക്റ്റ് എല്ലാവർക്കും ഇങ്ങനെ ഒരുമിച്ച് വന്നതായിരുന്നു. ഓക്കെ, ഹായ് മുരളി, ഹായ്. എന്നടാ കണ്ടാ സാപ്പിയാടാ? ആഭിശങ്കർ അഭി കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞതാ. എല്ലാവരും ഒരു പ്രാവശ്യമല്ലേ കഴിക്കുള്ളൂ. കല്യാണം കഴിക്കാനല്ലോ, കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. രഞ്ജിത്ത് കോളൂർ ഹായ്ഡാ, ഹായ് ഹായ്. ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ലൈവിൽ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ്. പിന്നെ ഞാൻ ഷോപ്പിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്ത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഞാൻ ഹെയർ മസാജറാണ്. ഹെയർ മസാജ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എല്ലാ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലപോലെ പോയിട്ട് നമുക്ക് നല്ലപോലെ മുടി വളരാൻ സഹായിക്കുന്നതാണ്. ഇത് വേറൊരു എന്താ പറയുക, കെമിക്കൽ പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാത്ത സാധനമാണ്. ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഫുഡ് കഴിച്ചോ വെച്ചിട്ടുണ്ട്. ഓക്കെ, മച്ചു ചോദിച്ചിട്ട് ആനോ എന്ത് പറ്റി കഴിക്കുക പറഞ്ഞിട്ടുണ്ട്. അതല്ലടാ, അന്ന് മെസ്സേജ് ഇട്ടില്ലേനോ ആദ്യമായിട്ട് വന്ന്. അതിന് മുന്നത്തെ ഞായറാഴ്ച വന്നിട്ട് ഞാൻ വന്നിട്ട് ഇവിടെ നിന്ന് വിറക് താഴത്തെ മുകളിലേക്ക് ഇരുന്നതാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ താഴത്തെ ടെറസിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ കയ്യിൽ വന്നിട്ട് നെർവിനൊക്കെ പ്രശ്നം. പിന്നെ ഇവിടെ ടെന്നീസിൽ കൂടെ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. വെയിറ്റ് നഷ്ടപ്പെടുകയാണ്. പിന്നെ മോനൊക്കെ എടുക്കുന്നതല്ലേ, അപ്പോൾ പിന്നെ വെയിറ്റ് എടുക്കാതെ നിൽക്കാൻ പറ്റില്ല. ഫുഡ് കഴിച്ചിട്ടുണ്ട്. രഞ്ജിത്ത് ഇപ്പോൾ ആ
ஃபுட்டு കഴിച്ചില്ല എന്നിട്ട് என்ன பண்ணுற அக்கா லைவ் போடுறேன்டா நீ என்னடா பண்ணுற ലൈവ് பார்த்துட்ருക്കല്ലേ അഭി അത് മുമ്പേ വായിച്ചിട്ടുണ്ട് അവൾ ഇപ്പോൾ ചോറ് കഴിച്ചു சாப்பிட்டீங்களா அக்கா சாப்பிட்டேன்டா நீ சாப்பிட்டியாடா வணக்கம் அக்கா ரொம்ப നോയ്സ് வருது കുണ്ടുകുട്ടീസ് എന്താടാ ഞാനിത്രയ്ക്ക് പതുക്കെ സംസാരിക്കണമല്ലോ മോനും ഉറങ്ങുന്നുണ്ടായിരുന്നു നീ എന്നെ കളിയാക്കിയതാണെന്ന് എനിക്കറിയാം പറഞ്ഞിട്ടുണ്ട് മുരളി റേഷ്യ ആണ് എനിക്ക് പനി തന്നത് ആണ് അത് ശരി നിങ്ങൾ ചാറ്റിങ്ങും കൂടെ പനി വാങ്ങിണ്ടാവും കല്യാണം കഴിച്ചിട്ടുണ്ടോ കഴിച്ചടാ എത്ര പ്രാവശ്യമാണ് കല്യാണം കഴിഞ്ഞു രഞ്ജിത്ത് കോളർ എവിടെയാണ് വീട് പ്ലേസ് കഴിച്ചിട്ടുണ്ട് കോളറെന്ന് പറഞ്ഞിട്ട് കോളറെന്ന് പറഞ്ഞു കോഴിക്കോടാണ് കേട്ടോ നോയ്സ് ഇസ് വെരി ഹൈ പ്ലീസ് റെഡ്യൂസ് ഇവിടെ നീ കളിയൊക്കെ എന്നെ പോടാണെന്നിട്ടുണ്ട് പ്ലീസ് നന്ദു ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ്ഡാ ഓക്കെ സാപ്പിട്ടീங்களா അക്കാ സാപ്പിട്ടുണ്ടോ ആണോ സൂക്ഷിക്കിട്ടോ ഞാൻ ഞരമ്പ് തടുമ്പ് ഞരമ്പിന് പ്രശ്നമുണ്ട് പക്ഷെ ടെന്നീസൊക്കെ വരുന്ന സമയത്ത് ഈ വിരലൊക്കെ ഭയങ്കര 4 പറഞ്ഞ് കയ്യിൽ മൊത്തം വേദന ഉണ്ട് അങ്ങനെ ഇവിടെ നിന്ന് ഇവിടേക്കൊക്കെ വേദന ഇവിടെ ഏതൊക്കെയോ ഞരമ്പൊക്കെ ഭയങ്കര ഒന്നും എടുക്കാനൊന്നും പറ്റില്ല എനിക്ക് ഈ മാസം ഒരു ഡാൻസ് ഉണ്ട് അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകും ഓക്കെ ജസ്റ്റിൻ രാജ് ഹായ് പറഞ്ഞിട്ടുണ്ട് ജിത്തിനെ നീ എന്താണ് ഡിലീറ്റ് ആക്കിയത് ഓക്കെ മുരളി സൂപ്പർ പറഞ്ഞിട്ടുണ്ട് നീ കുഴമ്പടാ നീ എന്നോട് നോട്ടെ എനിക്ക് എന്നാ സ്പെഷ്യൽ ഉനക്ക് കോമൺ കോഫി വിത്ത് യമിസ് 7 ഹായ് ചേച്ചി ഹായ് ഡാ യമിസ് ഹായ് അക്ക മിൻഹ ജെ ഹായ് ഡാ ഹായ് ലൈക്ക് അടിക്കി രേഷ്മേച്ചി ഹായ് നമ്മുടെ പഠിച്ച് വന്നു ഫുഡൊക്കെ കഴിച്ചു രേഷ്മേച്ചി റയാൻ ബ്ലോഗ്സ് ഹായ് സുഖാണോ ചോദിച്ചിട്ടുണ്ട് ആടാ റയാൻസ് ബ്ലോഗ്സ് സുഖാൻ കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നു രേഷ്മേച്ചി വന്നിട്ടുണ്ട് ഓക്കെ മച്ചു പറഞ്ഞിട്ടുണ്ട് രേഷ് വന്നു ഞാൻ ഓടി അയ്യോ രേഷ്മേച്ചി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓടല്ലേ ഇനി അവിടെ നിൽക്കും എനിക്കെന്താ പ്രശ്നം രേഷ്മേച്ചിനോട് ഒരു പനി തന്നെന്ന് വെച്ചിട്ട് നീ ഇങ്ങനെയൊക്കെ പോവല്ലേ ഹോസ്പിറ്റലിൽ പോയാൽ മാറാനുള്ള കേസാണ് രാമനാട്ടുകാരല്ലേ ചോദിച്ചിട്ടുണ്ട് ആടാ രഞ്ജിക്കോളും ഓക്കെ പോടാ ദുഷ്ടന്ന് പറഞ്ഞിട്ടുണ്ട് രേഷ്മേച്ചി പിന്നെന്താ മെസ്സേജ് ഒന്നും ഇല്ലേ സ്ലിം ആയതുകൊണ്ട് കെട്ടിയോൻ ഹാപ്പി അല്ലേന്നു ഞാൻ ഓൾറെഡി സ്ലിമ്മാണ് അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല കേട്ടോ അരുൺ ജോസഫ് ഓക്കെ അരുൺ എന്താണ് നീ ഉദ്ദേശിച്ചത് അയ്യോ മച്ചോ എന്താടാ വെച്ചിട്ടുണ്ട് അമ്മ സുധാമ്മ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ സുധാമ്മ ഹായ് വർഷക്കുട്ടി സോനുമോൻ എവിടെ ഉറങ്ങാം ഇപ്പോൾ ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ ഉണർന്ന് കഴിഞ്ഞാൽ ഓന് ഫുഡ് കൊടുക്കണം ഋതു അവിടെ തൊട്ടിയിൽ ഉറങ്ങാണ് സോനു അമ്മേൻ്റെ കിടക്കയിൽ ഉറങ്ങുക ഹായ് മാ പറഞ്ഞിട്ടുണ്ട് രേഷ്മേച്ചി ഓക്കെ ലൈവിലെല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കണ്ട ജസ്റ്റ് ഒന്ന് ഡബിൾ ഓ മാ ഹായ് ചോറിന് ഫുഡ് വേണ്ടേ ചോറെടുക്കട്ടെ ചോറെടുക്കട്ടെ അയ്യോ ചോറൊന്നില്ലെങ്കിൽ പറ്റൂല വിശക്കണല്ലോ അതിന് വിശക്കാതിരിക്കുക നീനിയുണ്ട് ഇപ്പൊ എവിടേക്കാ ഇന്ന് മേമൻ്റെ അടുത്ത് പോയിരുന്നോളി കേട്ടോ ഓന് ചോറ് വേണ്ടാണമ്മേ മുരളി എന്താടാ ഹായ് മോളെ പറഞ്ഞിട്ടുണ്ട് അമ്മ ഓക്കെ ലൈവിലെല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കണ്ട ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ആക്കാനുള്ളൂ ഇവിടെ മച്ചു പോയോ തക്കുടു വാവാ ഓനിന്ന് പനിയാണ്
അപ്പോൾ ചേച്ചി പറഞ്ഞെന്നാൽ ഇന്ന് സ്കൂളിൽ പോകണ്ട പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ലപോലെ ഇരുന്ന് കളിച്ച് ടി വി ഒക്കെ കണ്ട് പിന്നെ ഞാൻ കിടക്കാൻ പറഞ്ഞപ്പോൾ വേഗം വന്ന് കിടന്ന് ഋതുവിടെ കൂടെ. ഋതു ഉറങ്ങി നേരത്തെ. പിന്നെ ഓന് പറഞ്ഞ് ഉറക്കമില്ല പറഞ്ഞ്. പിന്നെ ഞാൻ പറഞ്ഞു അയ്യോ ഉറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുത്തങ്ങനെ കണ്ണടച്ചപ്പോൾ ഇവനും ഉറക്കമില്ല. മൂത്രം ഒഴിക്കാൻ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓൻ ഉറങ്ങി. അപ്പോൾ പിന്നെ അത് കുറച്ച് മുന്നേ ഉറങ്ങുന്നതിന് മുന്നേ ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചിരിക്കുന്നു. ഓന് ഇപ്പോൾ ഫുഡൊന്നും വേണ്ട. അയ്യോ എൻ്റെ മോൻ ഉണർന്ന്. ഒറ്റ മിനിറ്റ് ഇപ്പോൾ വരാട്ടോ. ഓനെ അമൃതം പൊടി വേണം തന്നെ. അപ്പോൾ അമൃതം പൊടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ തക്കട് പോയി പറഞ്ഞിട്ടുണ്ട് മച്ചു. പിന്നെ മച്ചു പറഞ്ഞിട്ട് അഭ്യാസ് എന്ത് ആരെന്തെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ ഇതൊന്നും മൈൻഡാക്കുന്നത്. ഗംഗ വളര ഹായ്. അയ്യോ ഓണന്നയ്യോ എൻ്റെ കഥ കഴിഞ്ഞ്. ഓ ഇവിടെയും സോനി ഉണ്ട്. അവിടെയും സോനുണ്ട്. ഇവിടെ ഏട്ടൻ്റെ മോൻ്റെ പേര് സോനുന്നാ. എന്നെ സമയലക്കാ എടാ മീൻ കുഴമ്പുടാ, മീൻ കുഴമ്പ്. നീ എന്നെ സാപ്പിട്ടേ?
അയ്യോ മക്കളെ, ഓനെന്താ വേണ്ട അറിയോ? ഓന് സോനു എന്താ ചെയ്ത് അമൃതം പൊടി വേണമെന്ന് പറഞ്ഞിട്ട് അമൃതം പൊടി എടുത്തന്നെ. ഓനും അമൃതം പൊടി വേണം. ഉറക്കത്തുനിന്ന് നീറ്റിട്ട് ഞാൻ ചോറ് എടുക്കാൻ വെച്ചപ്പോൾ ഓൻ അമൃതം പൊടി വേണം. എന്നിട്ട് ഞാൻ കൊടുത്തിട്ട് ഓന് ഉദ്ദേശം മാറി കിട്ടിയില്ല. അപ്പോൾ അതിന് എന്തൊരു കരച്ചലാ. ഓക്കെ, സുധീഷ് കെ വി ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്ഡ രേഷു മോൾ സുഖമല്ലേ വെച്ചിട്ടുണ്ട് സുധാമ്മ. ഓക്കെ, മച്ചു ഉറങ്ങുന്നുണ്ട്. ഓർക്ക വിളിച്ചിട്ട് ഉറങ്ങണേ. മച്ചിട്ട് ഫുഡ് കഴിച്ചോ വെച്ചിട്ടുണ്ട് രേഷ്മേച്ചി. രേഷു കഴിച്ചു അവിടെയോ വെച്ചിട്ടുണ്ട്. രേഷ്മേച്ചിക്ക് എന്താ സ്പെഷ്യല്? മച്ചുവിന് എന്താ സ്പെഷ്യല്? രേഷു കഴിച്ചു അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡ്യൂഡ് വന്നിട്ടുണ്ട്. ഡ്യൂഡേ വർഷേന്ന് വിളിച്ചിട്ടുണ്ട്. പറയടാ. പിന്നെ യെസ് കഴിച്ചു പറഞ്ഞിട്ടുണ്ട് രേഷ്മേച്ചി. പറഞ്ഞിട്ടുണ്ട് മച്ചു. ലൈക്ക് പറഞ്ഞിട്ടുണ്ട് ഡ്യൂഡ്. ഓക്കെ, എത്രാമത്തെ ലൈക്കാടാ നീ അടിച്ചേ? ഓക്കെ മച്ചു, യു ആർ സിംഗിൾ? പിന്നെ അല്ല, ആരോട് എന്ത് ചോദ്യമാണ് ചോദിക്കണത്? മൊറട്ട് സിംഗിൾ ഇരുന്ന് എന്നത്താ മച്ചു. രേഷു അതേന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. വർഷേ കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോയി വരാം. നീ എവിടേക്കാണോ പോണേ? ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് രേഷ്മേച്ചി. രേഷു ആർ യു സിംഗിൾ ചോദിച്ചിട്ടുണ്ട് മച്ചു. അതെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് മച്ചും പറഞ്ഞിട്ടുണ്ട്. ഗേൾസിൻ്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞത്. ഗേൾസിൻ്റെ ഭാഗ്യം എന്താ പറഞ്ഞത്, അല്ലാതെ നിന്റെ ഭാഗ്യം എന്നല്ല പറഞ്ഞത്. അല്ല ചേച്ചി, ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോഴേ ഓൻ വിചാരിക്കും ഞാനാണ് ഭാഗ്യം, അതായത് മച്ചാണ് ഭാഗ്യം എന്ന് വിചാരിക്കും. അയ്യോ എവിടെയോ പോയല്ലോ. ഓക്കെ, നിൻ്റെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് രേഷ്മേച്ചി. രേഷ് പോടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല പൊടിയായോ പോടാന്ന് പറഞ്ഞിട്ടുണ്ട് രേഷ്മേച്ചി. ഹായ് വർഷ, സുഖമാണോ? എൻ്റെ ലൈക്ക് നമ്പർ ശശികുമാർ എവിടെ പോയി? ലൈക്ക് നമ്പർ എവിടെ? മച്ചു നിൻ്റെ റൊട്ടേറ്റിംഗ് ലൈവ് ഇല്ലേ ചോദിച്ചിട്ടുണ്ട് രേഷ്മേച്ചി. രേഷു ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മച്ചു ലൈവൊക്കെ ഇടൂലേ? എന്താ ചെയ്യാ മച്ചു കോൾ ചെയ്തോ? രശ്മിക്ക് എന്താ പറഞ്ഞിട്ടുണ്ട്. മിസ് ചെയ്യുന്നുണ്ടല്ലേ എൻ്റെ ലൈവ് പറഞ്ഞിട്ടുണ്ട്. ആയിരിക്കും, നിന്നെ മിസ് ചെയ്യണ്ടാവില്ല. ചിലപ്പോൾ നിന്റെ ലൈവിൽ വരുന്ന ആൾക്കാരെ വേണമെങ്കിൽ മിസ് ചെയ്യണ്ടാവും. നീ ഇപ്പോൾ പോക്കറ്റ് റോഡിൽ പോകാറില്ലേ വെച്ചിട്ടുണ്ട് രേഷ്മേച്ചി. മച്ചു ചിരിക്കുന്നുണ്ട്. രേഷു ഇല്ല, ഉള്ള പോക്കറ്റൊക്കെ കീറി. എന്ത് മിസ്, അത് ലൈവാണോ? എപ്പോഴും റൊട്ടേറ്റിങ് പോടാന്ന് പറഞ്ഞിട്ടുണ്ട് രേഷ്മേച്ചി ചിരിക്കുന്നുണ്ട്. മച്ചു ചിരിച്ച് പോടി മാക്കച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. പോടാ മാക്രി എന്ന് പറഞ്ഞിട്ടുണ്ട് രേഷ്മേച്ചി. അയ്യോ വടയക്ഷി വന്നു. പോടാ നീ പോടാ മരത്തവളയെന്ന് പറഞ്ഞിട്ടുണ്ട് മച്ചോ. എന്നെ കണ്ടു കഴിഞ്ഞാല് വടയക്ഷിനെ പോലെ അല്ലത്. എന്നാലത് ഇച്ചിരി കൂടിപ്പോയോ എന്നുള്ളൊരു സംശയം. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ അവളെ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ജിത്തു അതാണോ? അതിപ്പോൾ പിന്നെ നമ്മളൊന്നും ചെയ്തൊരു കാര്യമില്ലല്ലോ. അവര് കോർട്ട് എന്താ തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നിൽക്കുക, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. രേഷ്മേച്ചി ചിരിക്കുന്നുണ്ട്. മച്ചു മൊറട്ട് സിംഗിൾ. അത് എന്ത് സിംഗിൾ? മൊറട്ട് സിംഗിൾ വെച്ച് കഴിഞ്ഞാൽ വെറിത്താമ മലയാളത്തിൽ എങ്ങനെ പറയാ? വെരി എനിക്ക് വരുന്നില്ല. അത് പോട്ടെ, ആടെ എന്ന് കിടക്കുക. വർഷേ നീ ചിരി എന്തേ ഇന്റെ ചിരിക്കുന്ന ഒപ്പം എന്നാ രണ്ടും ഊക്കി വിടുവാണല്ലോ എന്നെ ഫ്ലൈ ചെയ്യ് വർഷ. എന്നാ ഫ്ലൈ ചെയ്യുന്നു. ഞാൻ അതിനെന്താ പറഞ്ഞേ? കണ്ണനെ പറ്റിയ ലൈവാണ് വർഷ. കണ്ണനെ പറ്റിയ ലൈവാണ്.
രേഷു എന്ന് ചിരിക്കുന്നുണ്ട് മച്ചു. ഹായ് ചേച്ചി, ഞാൻ വന്നു. സ്ലീപ്പി ജോഗർ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ആതിര അല്ലേ? ആതിര, അതെ 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 ആതിര. മിത്തായറാന്ന് ആതിര അല്ല, ഞാൻ ആതിര എന്നാണല്ലോ ഇന്നലെ കേട്ടത്. ഹായ് ആതിര, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഫുഡൊക്കെ കഴിച്ചോ? വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് സ്പെഷ്യൽ എന്താ വെച്ചത്? ഓക്കെ, റൊട്ടേറ്റിംഗ് ആണ്, റേഞ്ച് കാണില്ല, സൗണ്ട് കാണില്ല. ഇതാണ് മച്ചുടെ ലൈവ്. ആണോ? ഞാനൊരു ദിവസം ഒന്നും കയറണല്ലോ. എനിക്കറിയാം, ഞാൻ തല തേച്ചങ്ങ് ഓടുന്നതാണ്. ദേഷ്യം വെച്ച് കഴിഞ്ഞാലും എന്നെ കയ്യിൽ കിട്ടില്ല. റേഷു സൗണ്ട് കാണുമോ? അതെന്നാ സൗണ്ട് കാണുമോ? കേൾക്കാറേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മച്ചു റേഷു എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഐ അക്സെപ്റ്റ് ചെയ്താലോ? നീ അക്സെപ്റ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് രേഷ്മിച്ചി. അതന്നെ, അതെങ്ങൾ അക്സെപ്റ്റ് ചെയ്തല്ലോ, അതന്നെ വലിയൊരു കാര്യം എന്ന് പറയുന്നത് രശ്മിച്ചി. ഓക്കെ, ആതിര കഴിച്ചോ ചോദിച്ചിട്ടുണ്ട്. ആടാ ഫുഡ് കഴിച്ചിടാ, ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നത്. മച്ചു ചിരിക്കുന്നുണ്ട്. മച്ചു എന്താ സ്പെഷ്യൽ ചോദിച്ചിട്ട് പറഞ്ഞില്ലല്ലോ? രേഷ്മേച്ചിനോട് ചോദിച്ചിട്ട് പറഞ്ഞില്ല. ഉറങ്ങാം. എടാ, എൻ്റെ ഷോർട്സ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷോർട്സ് കണ്ടുപോരാ കേട്ടോ. സിംഗിൾ മച്ചു ഈ ലൈവിൽ കുറേ ആയല്ലോ കണ്ടിട്ട്. ഈ ലൈവിൽ ഇപ്പോൾ സിംഗിൾസേ ഇല്ല. ഒന്നല്ലെങ്കിൽ കൊച്ചു കുട്ടികളാണ്, പഠിക്കുന്ന കുട്ടികളാണ്. പഠിക്കുന്ന കുട്ടികളാന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൻ്റെ താഴത്തുള്ള കുട്ടികളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും തരൂല. അനക ഹലോ വന്നിട്ടുണ്ട്. ഹായ് ഡാ, രേഷ്മിച്ചി അനഹനെ മനസ്സിലായില്ലേ? സോനുവിന് ഇനിയും വേണോ? സോനു, രേഷു കിളിക്കല്ലേ, തപ്പി നടക്കുമായിരുന്നു. പ്രകാശ് ഹലോ, ഞാൻ ഇന്നലെ വന്നാലോ. പ്രകാശ്, എന്താ പ്രശ്നം? എന്താ സിംഗിളാണോ? എന്നാൽ അവിടെ തന്നെ നിന്നോളൂ, സിംഗിളായി നിന്നോളൂ കേട്ടോ. ഇവിടെ ഒരാളും ഓൾറെഡി സിംഗിളാണ്, അപ്പോൾ പിന്നെ നമുക്ക് മിംഗിളാക്കി തരാൻ പറ്റില്ല. ഇന്നലെ വന്നിട്ട് ആശാരി പണി എന്നൊക്കെ പറഞ്ഞാലല്ലേ, എനിക്ക് മനസ്സിലായി. ആശാരി പണിയൊക്കെ എങ്ങനെ പോകുന്നു? ഓക്കെ, അത് ധനുടെ ലൈവ് എല്ലാം സിംഗിൾ. ആ, അത് ശരിയാ. ഇവിടെ ഉണ്ട് ലൈവിൽ ആരൊക്കെ അറിയോ? മല്ലൂസ്, ഡ്യൂഡ്, പിന്നെ മച്ചു, ജിത്തു, പിന്നെ ആരാ, പിന്നെ എല്ലാ അമ്മമാരാണ് വരുന്നതൊക്കെ ഇപ്പോൾ. ഹായ് അനക, സുഖാണോ? ഫുഡിയോ ചോദിച്ചിട്ടുണ്ട് മച്ചു. മച്ചു, ഈ മെസ്സേജിൻ്റെ നീ ഇപ്പം അനകേന സുഖാണോ ചോദിച്ചില്ലേ? അതിൻ്റെ താഴത്തുള്ള ഐഡിൻ്റെ പേരൊന്ന് വായിച്ചേ. അനക ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ധാനു, ഇനി മാട്രിമോണി സ്റ്റാർട്ട് ചെയ്യൂ. നമ്മളിവിടെ ബാച്ചിലേഴ്സ് പാർട്ടി ഉണ്ടാക്കും. രേഷു ഏട്ടൻ നല്ലത്. രേഷു അതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട്. രേഷു പോടാന്ന് പറഞ്ഞിട്ടുണ്ട്. രേഷ്മേജി കഴിച്ചോ ചോദിച്ചിട്ടുണ്ട് അനക. ആ, കഴിച്ചടാ അനക. നൈസ് നെയിം. അനക ഫുഡ് കഴിച്ചോ ചോദിച്ചിട്ടുണ്ട്. അനക യു ആർ സിംഗിൾ? യെസ്. ദേവരാജ് ANP ഹായ്. ഹായ് ദേവരാജ്, ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അനക യെസ് പറഞ്ഞിട്ടുണ്ട്. അനക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ. രേഷ്മിച്ച് ചിരിക്കണെന്ന്. എന്തിൻ്റെ അടിയിലുള്ള നെയിം? എടാ പൊന്നനോ എന്താ മറ്റേ നീ മെസ്സേജ് ഇട്ടില്ലേനോ? അതിൻ്റെ പേരെന്താ? ഹായ് അനക, സുഖമാണോ? ഫുഡിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. മാഷോക്ക് ഹലോ, എവിടെ പ്ലേസ് ചോദിച്ചിട്ടുണ്ട്. ദാ നമ്മുടെ നിതിൻ വന്നേ. നിതിനെ
ഹായ് ഹായ് ഹായ്. എന്തൊക്കെയുണ്ട് നിധിനെ? ഫുഡൊക്കെ കഴിച്ചോടാ? ലൈക്ക് അടിക്കാൻ മറക്കണ്ട. വർഷ മേഡം സുഖമല്ലേ? എന്താടാ നിനക്കൊരു മേഡം? സുഖമാണെടാ, കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. രാത്രിയല്ലേ കണ്ടുപോയത് നീ, എന്നിട്ട് ഞാൻ സുഖമില്ലാതാവുക. ഹായ്, ഞാൻ വന്നേ പറഞ്ഞിട്ടുണ്ട് സുമേഷ്. യെസ്, ഹായ്ഡാ. അനഘ എത്ര ഏജ് ചോദിച്ചിട്ട് ഏട്ടാ 15. പാവമാണ്, അത് പിയ്യക്കുട്ടിയാണ്. ഹായ് നിധി എന്ന് പറഞ്ഞിട്ടുണ്ട് രശ്മിച്ചി. അനഘ 15 പറഞ്ഞിട്ടുണ്ട്. രശ്മിച്ചി ചിരിക്കുന്നുണ്ട്. ഡാ ദുഷ്ട പറഞ്ഞിട്ടുണ്ട്. അനഘ കോഴിക്കോട്. യു ഫ്രം യു ഏജ് എത്ര? ഏജ് പറ. മട്ടിക്കിനാറ് ഓർത്തരേ ഇവരൊക്കെ പുറത്തു. അതും പോയാച്ചി. കഴിച്ചാ. മച്ചു 50 ഏജ് വന്നിട്ടുണ്ട്. റേഷു ഇനി മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്ന നിതിനെ പോയടാ, ഫുഡ് കഴിച്ചടാ. വർഷ ഫുഡ് ചെയ്യും. വർഷ റീഡ് ചെയ്യുന്ന ഞാൻ ഫുഡ് ചെയ്യുന്ന. അനഘ ചിരിക്കുന്നുണ്ട്. അനഘ 27 യു ഏജ് അനഘ എന്ന് ചോദിച്ചിട്ടുണ്ട്. മച്ചുന് 27 എന്തല്ല, പിന്നെ സെറ്റനാണ്. എന്നാലും ഞാൻ മച്ചുന്ന വിളിക്കുമല്ലോ. അപ്പോൾ ഓളയും കാട്ടിൽ 12 വയസ്സ് മൂത്തതാ. അമ്മ കേക്ക് തരപ്പ വരാം. ഇപ്പോൾ ഒരു മിനിറ്റ്. ഹലോ മക്കള് ഭയങ്കര. ഋതു നീറ്റ് കഴിഞ്ഞാലോ ചേച്ചിയേ. എവിടെയാ ഞാൻ വിറ്റേ? പറഞ്ഞിട്ടുണ്ട്. അനഘ 27 ഏജ് പറഞ്ഞിട്ടോ. ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നിതിനാണോടാ? എന്താ സ്പെഷ്യൽ? എന്താടാ നിതിനെ? എനിക്ക് ഫോളോ ആക്കി തരുമോ വെച്ചിട്ടുണ്ട്. പൊന്നു 3131 ഫോളോ. ശരി, ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ ഓളുടെ ഇത് പറയണത്. അവന് ചേട്ടനോ അപ്പുപ്പ വിളിക്കേ. അനഘ എത്ര ഏജാണ്? എനിക്ക് ലൈനുണ്ട് ചാച്ചിയെ. റേഷി പോള തള്ള തന്നിട്ടുണ്ട്. മച്ചു അനക്ക 15 തന്നിട്ട് പോള ദുഷ്ട തന്നിട്ടുണ്ട്. അനക്ക ഏജ് 15 ആണ്. അപ്പോൾ അതും പോയി പണ്ടോറം തന്നിട്ടുണ്ട്. എന്താക്കും എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അനഘ ഹായ് പറഞ്ഞിട്ട്. രേഷു നമുക്ക് സിംഗിൾ ലൈഫ് ആണെന്നുള്ളത് നിനക്ക് വേണം. ഓക്കെ, നോക്കിക്കോ. 15 വയസ്സ് കമ്മിറ്റഡ് ആണ്. 27 വയസ്സ് സിംഗിളാണ്. ആലോചിച്ചോട്ടോ. എനിക്ക് ലൈനുണ്ട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, കണ്ട പഠിക്ക് മറ്റ് 15 ഇയർ പെണ്ണ് ലൈന്. നീ ലൈനായിട്ട് പെൻസിൽ പോലും ഇല്ല. എന്നെ ഫോളോ ചെയ്യുക ചോദിച്ചിട്ടുണ്ട് അനഘ. രേഷു അത് രണ്ടുമല്ല പഴഞ്ചോറാണ് പറഞ്ഞിട്ടുണ്ട്. മച്ചു സബ് ചെയ്ത് അനഘ പറഞ്ഞിട്ടുണ്ട്. രേഷ്മ ചേച്ചി ഇൻസ്റ്റ ഫോളോ ചെയ്യുക ചേച്ചി പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് കുഞ്ഞി ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ചേച്ചി ഇപ്പോൾ വരാമോ? ഓക്കേടാ വാടാ. യു ഹിറ്റ് സെട്ടാ. എനിക്ക് ലൈനുണ്ട് സെട്ടാ. എന്നെ പ്രപ്പോസ് ഒന്നും ചെയ്യില്ല സെട്ടാ. സുഖമാണോ ചോദിച്ചിട്ടുണ്ട് മുഹമ്മദ്. സുഖമാണ്, കുഴപ്പമില്ല, എങ്ങനെ പോകുന്നു? നിങ്ങൾക്ക് സുഖമാണോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നീ ഫോളോ ചെയ്യും മകളെ. എന്ത് തിരിച്ച് ഫോളോ ചെയ്യണോ? ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലല്ല, ഇൻസ്റ്റയിലല്ല, യൂട്യൂബിലല്ല ഉള്ളത് ഓൾഡ് ID. സൂപ്പർ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ്. യെസ്, സുഖമായി ഇങ്ങനെ പോകുന്നു. എവിടെ മച്ചു പോയോ? മച്ചു പഴഞ്ചോറാണെന്ന് പറഞ്ഞ ഒറ്റൊരു പോക്ക് പോയ.
മച്ചന് സഹിക്കാൻ പറ്റുന്നാവില്ല അത് കേട്ടപ്പോൾ. ഇൻസ്റ്റ ആണ് ഫോളോ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഇൻസ്റ്റ അനക പോയിട്ടുണ്ട്, ഇപ്പം വരാമെന്നല്ല പറഞ്ഞത്. മച്ചു പോയോ? അതാ ഞാൻ ചോദിക്കുന്നത്, മച്ചു പോയോ? ഇൻസ്റ്റയിൽ പോയി കാണും. ഈ ഐഡിയ തപ്പി പിടിക്കണ്ടാവും, എങ്ങനെയെങ്കിലും ഒന്ന് കറക്റ്റ് ആക്കാൻ വെച്ചിട്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ എന്താ ഇത് തന്നെയാ കുലൂസൊന്ന്. അവന് കണക്റ്റ് ആവില്ല. ഇത് കണക്റ്റ് ആവുന്നില്ല എന്നാ? അയ്യോ, അവന് കണക്റ്റ് ആക്കൂല അങ്ങനെ. പിന്നെ വേറെ എന്തൊക്കെയാ? പിന്നെ വേറെന്താ ഇങ്ങനെ പോകുന്നു. മോനെ എവിടെ? മോൻ്റെ കളിക്കുന്നു. മച്ചുതാ വന്ന്. ഈ മച്ചൂന് കിരീടം കിട്ടിക്കണല്ലോ. അതിനൊക്കെ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്, കിട്ടി. രേഷ്മേച്ചിക്ക് ഇല്ല, രേഷ്മേച്ചിക്ക് കിരീടം ഇല്ല. മച്ചുനാണ് ആദ്യമേ ഉള്ളത്. മച്ചുനാണ് കൂടുതൽ, ആദ്യം തൊട്ടേ മച്ചുനാണ് കൂടുതൽ. അപ്പൊ 2 ഇല്ല 3 ഇല്ല, അതെന്താ സംഭവം? സുഗാമയ്ക്കായിരുന്നു 2, പിന്നെ രേഷ്മേച്ചിക്ക് 3 ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം രേഷ്മേച്ചിക്ക് ഇല്ലല്ലോ, കിരീടം ഇല്ലല്ലോ. രേഷു വന്നിട്ടുണ്ട്, മച്ചു, അനക വന്നിട്ടുണ്ട്, ഹലോ പറഞ്ഞിട്ടുണ്ട്. ലിജിൻ ഹായ്. അനക രേഷ്മേച്ചി ഫോളോ ചെയ്യും, രേഷ്മേച്ചിനെ നീ തിരിച്ചും ഫോളോ ചെയ്യണം കേട്ടോ. ഓക്കെ, എനിക്കുള്ളൂ തന്നെ. ലൈവ് വെറുതെ ഇവനെ അങ്ങനെ ആണ് കിരീടം. ലൈവിൽ വെറുതെ ഇവന് എങ്ങനെയാണ് കിരീടം? ഞാൻ ലിജിൻ കോഴിക്കോട് നിന്നാണ്. ഓക്കെ ലിജിൻ കോഴിക്കോട് എവിടെയാണ്? ഫുഡൊക്കെ കഴിച്ചോ? വർഷം എവിടെയാണ് ചോദിച്ചിട്ടുണ്ട്. കോഴിക്കോടാണ്. നിങ്ങൾ കോഴിക്കോട് എവിടെയാണ്? രേഷു 2 PM ലൈവ് മറക്കല്ലേ. വർഷുവിനെയും കൂട്ടിക്കോ. 2 PM അപ്പോൾ എൻ്റെ ലൈവ് ഞാൻ എവിടെ പോയി നിർത്തും? രേഷു 2 PM എൻ്റെ ലൈവ് ഞാൻ എവിടെ പോയി കാണിക്കൂ? ഞാൻ വേണമെങ്കിൽ വേറെ വേണമെങ്കിൽ വരാം. നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലൈവിൽ പിന്നെ ആരും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. ഞാൻ കോവൂർ. വർഷയോ? മലപ്പുറം കോഴിക്കോട് ബോർഡറാണ്. വർഷ നീ കൂട്ടാണോ? അതും ശരിയാണല്ലോ. ആരുടെ ലൈവാ? മച്ചൂടെയോ? അവരെ വെറുതെ വെട്ടി. രേഷ്യ അല്ലെങ്കിൽ വേണ്ട നീ വന്നോ പറഞ്ഞിട്ടുണ്ട്. മച്ചൂടെ അല്ല രേഷ്യ. ഓക്കെ, ദുഷ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. രേഷു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരുടെ ലൈവാ 2 മണിക്ക്? ഇപ്പോൾ കോഴിപ്പുറം ആ സ്ഥലം. കോഴിപ്പുറം വന്നാൽ എന്താ മലപ്പുറവും കോഴിക്കോടും കിട്ടില്ല. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ലൈവാണ്. ആണല്ലേ? ഓക്കെ.
നമുക്ക് ജയിലിൽ പോയാൽ പോരെ, പാവം വർഷേനെ കൂട്ടണോ? നമുക്ക് ജയിലിൽ പോയാൽ പോരെ, പാവം വർഷേനെ കൂട്ടണോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ട് ലജിൻ? വീട്ടിൽ ഞാൻ, ഏട്ടൻ, അമ്മ, ഏട്ടൻ്റെ ചേട്ടൻ്റെ വൈഫ്, പിന്നെ മക്കൾ, അങ്ങനെ. രേഷു അതേ പറഞ്ഞിട്ടില്ല മച്ചു. ഓടാ പറഞ്ഞിട്ടുണ്ട്. വർഷ നിനക്ക് ഗോതമ്പുണ്ട തരൂല മോളെ. എനിക്ക് വേണ്ട, നീ തന്നെ തിന്നോ. ഓ അയ്യോ, എൻ്റെ കുട്ടീനെ കാണില്ലല്ലോ. എവിടെയാണ് എൻ്റെ കുട്ടി? ഇവിടെ ഇഷ്ടംമാര് ഗോതമ്പുണ്ട്. ഗോതമ്പ് പൊരിച്ചതോ എന്താ തിന്നുണ്ട്. ഓ കാണാനില്ലല്ലോ കുട്ടീന്. ജയിലിൽ നല്ല സാലറിയാണ്, നമ്മൾ പോവുകയാണ് അവിടെ. നല്ല അല്ലേ മച്ചു? ഞാൻ അവിടേക്ക് പോയാലോ എന്ന് ആലോചിക്കാം. റേഷു അതെ, അവിടെ പൈസ നല്ല കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. പണിയെടുക്കുന്നതിനനുസരിച്ച് പൈസയും കിട്ടുന്നു. അമ്മയില്ല ചേച്ചി കുട്ടിയെ കാണിച്ചു തരുമോ? മോനെ കാണിച്ചൂലാടെ. രേഷു അതേ പറഞ്ഞിട്ടുണ്ട് മച്ചു. രേഷ്മ ചേച്ചി ഇരിക്കുന്നുണ്ട്. മല്ലു ടു ട്രാവൽ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഹായ് ഹായ്. ഇല്ലാടാ, മോനെ കാണിക്കാൻ പറ്റില്ല, സ്പാം ആവും. കുറച്ച് കഴിഞ്ഞാൽ പെൻഷനും സ്റ്റാർട്ടാകും. പെൻഷനോ? ജയിലിൽ പോയാലോ? ഓഹോ, എന്തടാ? എൻ്റെ കുട്ടീനെ കാണാനില്ലല്ലോ. എവിടെ? പോ. പോയി, അമ്മ പോയി. ഗ്രേഷുക്കുട്ടൻ ഹായ്ഡാ. കേശുട്ടാ ഹായ് ഹായ്. ലൈക്ക് അടിക്കൂ. സജില നവാസ് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹലോ. ഓ ആ ആ മോള് ടീ പറഞ്ഞിട്ടുണ്ട്. പറയൂ സജില നവാസ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ലൈക്ക് അടിക്കൂ. ഫുഡ് ഒന്തമാ കേശുട്ടൻ. സൂപ്പർ. സോനോ, എന്നിട്ട് ആ ഫാൻ ഓഫ് ആക്ക്. പോ അവിടെ പോയിട്ട് ആ റൂമത്തെ ഫാൻ ഓഫ് ആക്ക്. ക്ലാസ്സില്ലേ കേശു വെച്ചിട്ടുണ്ട്. ആയി കേശു പറഞ്ഞിട്ടുണ്ട്. രേഷ്മ ചേച്ചി ക്ലാസ്സിലാവും, ക്ലാസ്സിൽ വരുന്നുണ്ടാവും.